നമ്മുടെ നെല്ല് സംഭരിക്കേണ്ട അല്ലെങ്കിൽ ഈ സമരത്തിലെ പ്രതിസന്ധി തീർന്നോ എന്ന് പറയേണ്ട മില്ലുടമകൾ എന്ത് പറയുന്നു എന്ന് കൂടി നോക്കാം. ബുധനാഴ്ചയ്ക്ക് ശേഷം സർക്കാരുമായി ചർച്ച നടന്നിട്ടില്ല എന്നാണ് റൈസ് മിൽ ഓണേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഇപ്പോൾ സഹകരിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് ലൈസൻസും സംഭരണ ശേഷിയും ഇല്ലാത്ത മില്ലുകളാണ്. ബാക്കി മുഴുവൻ മില്ലുടമകളും മാറി നിൽക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ലേബി സജീന്ദ്രൻ എത്തുന്നു നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. പ്രശ്നം പരിഹരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചു പോയി. ആ സന്തോഷത്തിന് അധികം ആയുസില്ല എന്നാണോ ഈ മില്ലുടമകൾ പറയുന്നത്? അപ്പോൾ ചർച്ച നടന്നത് ആരുമായിട്ടാണ്? ഗുഡ് ഈവനിങ് സുജയ. ചർച്ച നടത്തിയിരിക്കുന്നത് മിൽ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികൾ ആരുമായിട്ടുമല്ല. ഈ അസോസിയേഷനിൽ പെടാത്ത രണ്ട് മില്ലുകൾ, ആ മില്ല് ഉടമകളെ കുറിച്ച് തന്നെ ഇപ്പോൾ അസോസിയേഷനിലുള്ളവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ അതിന് സംഭരണശേഷി കുറവുള്ള രണ്ട് മില്ലുകൾ. ഈ രണ്ട് മില്ലുകൾ മാത്രമാണ് ഇപ്പോൾ സർക്കാരുമായി സഹകരിക്കുന്നത്. സുജയ ആലോചിക്കുക, 56 മില്ലുകൾ ഇപ്പോൾ തന്നെ സംഭരണശേഷിയുള്ള ലൈസൻസ് ഉള്ള 56 മില്ലുകളാണ് ഇപ്പോൾ ഈ റൈസ് മിൽ അസോസിയേഷന് കീഴിലുള്ളത്. ഈ മില്ലുകളെല്ലാം നിൽക്കുമ്പോൾ ഈ മില്ല് അസോസിയേഷനുമായി ഒരു സംഭാഷണവും ഇതുമായി ബന്ധപ്പെട്ട ഒരു എനിക്കൊരു സംശയം കൂടിയുണ്ട്. അതായത് ഈ രണ്ട് മില്ലുകൾ അവയ്ക്ക് സംഭരണശേഷി കുറവാണെന്ന് പറയുന്നു, അഥവാ പൂർണ്ണ സംഭരണശേഷി ഉള്ളതാണെന്ന് വെച്ച് എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ 56-ലും വലുതല്ലല്ലോ രണ്ട്. ഈ രണ്ട് മില്ലിനെ കൊണ്ട് നാട്ടിലെ പ്രശ്നം മുഴുവൻ തീർക്കാൻ കഴിയുമോ? മന്ത്രിക്ക് അത് അറിയില്ലേ ലേബി? തീർച്ചയായും സുജയ, വളരെ ആധികാരികമായി തന്നെ മറുപടി പറയാൻ കഴിയുന്ന ആളാണ് നമ്മുടെ അടുത്തിരിക്കുന്നത് കെ കർണൻ. അദ്ദേഹം റൈസ് മിൽ ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ പറയുന്നത് മന്ത്രി പി പ്രസാദ് പറഞ്ഞിരിക്കുന്നതും മന്ത്രി GR അനിൽ പറഞ്ഞിരിക്കുന്നതും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ്. പരിഹരിച്ചോ? 100% പരിഹരിച്ചിട്ടില്ല. കേരളത്തിലെ വരാൻ പോണ സീസണിൽ 4-5 മാസം നിന്ന് എടുത്താൽ തീരാത്ത ദശലക്ഷം ടൺ നെല്ല് കർഷകരിൽ നിന്നും കളക്ട് ചെയ്ത് കാലാവസ്ഥയിൽ എടുക്കാനുള്ളതാണ്. അത് ഇപ്പം 55ഓളം മില്ലുകൾ ഇപ്പം അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. 2018 ഗവൺമെന്റ് ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ പഠന റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ടിൽ കണ്ടെത്തിയ 62, 63, 64 കണ്ടെത്തിയപ്പോൾ 64ലേക്ക് മുഖ്യമന്ത്രി തന്നെ ക്ലോസ് ചെയ്ത് ഗവൺമെന്റ് തീരുമാനമാണ്. ആ ഗവൺമെന്റ് തീരുമാനം വെച്ച് നടത്തിക്കൊണ്ടു പോകുന്നു. അന്നത്തെ പഠന അതിലൊരു സംശയം ഇപ്പോൾ സുജയ് ചോദിച്ചു. അതാണ് ഇപ്പോൾ ഈ ഇത്രത്തോളം ഈ അസോസിയേഷന് കീഴിൽ തന്നെ 65ഓളം മില്ലുകൾ സർവ്വ സംഭരണശേഷിയോടുകൂടി നിൽക്കുന്നു. രണ്ട് മില്ലുകളാണ് ഇപ്പൊ സംഭരണശേഷി കുറഞ്ഞ രണ്ട് മില്ലുകളോടാണ് സർക്കാർ കരാർ വെച്ചു എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അസോസിയേഷൻ ഇതുവരെ ചർച്ച നടത്തിയിരുന്ന എല്ലാ അസോസിയേഷനുമായിട്ടാണല്ലോ, എന്തെങ്കിലും തുടർ ചർച്ച സർക്കാരുമായി നടത്തിയിട്ടുണ്ട്? കഴിഞ്ഞ ബുധനാഴ്ച ബഹുമാനയുടെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തതിനു ശേഷം ഞങ്ങൾ മില്ല് ഉടമകളെ മൊത്തം വിളിച്ചുകൂട്ടി അന്ന് തന്നെ വൈകിട്ട് അങ്കമാലി കൂടി ഒരു തീരുമാനമാവാതെ പിരിയുകയാണ്. മില്ലുകാർക്ക് 64.5 കിലോ തന്നെ തന്നുകൊണ്ടിരുന്ന പുതിയ ഡിമാൻഡ് ഒന്നുമില്ല. 2018 തന്ന ആ ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ ചെയ്തു തന്ന ആ 64 തരിക കൂലി അന്നെടുത്ത റിപ്പോർട്ടിലുള്ള ഡിമാൻഡ് തന്നെ നിൽക്കുക. സുജയ, ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഈ വിഷയമൊക്കെ വന്നപ്പോൾ എനിക്കും തോന്നിയ ഒരു സംശയമാണ്. ഈ തർക്കം വന്നതിനെ തുടർന്ന് 8 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ വെക്കുന്നു. ആ വിദഗ്ധ സമിതി കോട്ടയത്തും ആലപ്പുഴയിലും പാലക്കാടും ഇത്തരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സർക്കാരിന്റെ തന്നെ വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ മില്ലുകൾ പ്രവർത്തിപ്പിക്കുന്നു. ആ മില്ലുകളിലൂടെ ഇത്തരത്തിൽ നെല്ല് സംഭരിച്ച അരിയാക്കിയപ്പോൾ അവർക്ക് കിട്ടിയതും 64.8 അല്ലെങ്കിൽ 64 ഈ റേഷ്യോയിലാണ് അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. അതേ തുടർന്നാണ് 2018 മുതൽ ഇങ്ങോട്ട് അത് സർക്കാർ അംഗീകരിക്കുന്നു. അതേ തുടർന്നാണ് 64 കിലോ എന്ന് വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഒരു കേസ് ഹൈക്കോടതിയിൽ വന്നതും ആ കേസിലും റിവ്യൂ പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നതും സർക്കാരാണ്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആശയക്കുഴപ്പം, അതിനുശേഷം 2018 ശേഷം ഈ 64 കിലോയുടെ പൈസ ഇവർക്ക് നൽകുന്നു, ബാക്കി സപ്ലൈകോയ്ക്ക് നൽകേണ്ടത് സർക്കാരാണ്. ആ പൈസ സപ്ലൈകോയ്ക്ക് നൽകുന്നില്ല. ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുള്ളത് ഇപ്പോൾ സുജയ് ചോദിച്ചതാണ്. ഈ രണ്ട് മില്ലുകൾ ഇത്തരത്തിൽ നെല്ല് സംഭരിച്ചതുകൊണ്ട് ഈ സംഭരണം ഏതെങ്കിലും രീതിയിൽ പൂർത്തിയാകുമോ? പ്രതിസന്ധി 2% പരിഹരിക്കാൻ സാധിക്കുമോ? 1% പോലും പരിഹരിക്കാൻ പറ്റില്ല. ഇവർ നെല്ലെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല. ഇവർ നെല്ലെടുത്താൽ കേരളത്തിലെ കർഷകരുടെ നെല്ല് 100% എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറും. ഗവൺമെന്റ് എന്ത് പറഞ്ഞാലും ഗവൺമെന്റിന്റെ 1% എന്ന് പറയുന്നത് 1% പോലും നീക്കം നടക്കില്ല, ബാലൻസ് നിൽക്കില്ല. 1-2 ആൾ വന്നാലും ഇത് ഒരു കാരണവശാലും അതിന് മാത്രം നഷ്ടങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതാണ്. സുജയ, ഒന്നുകൂടെ ഉണ്ട്. ഇനിയുള്ളത് സീസണാണ്. ഇനിയുള്ള 4-5 മാസക്കാലം ലക്ഷക്കണക്കിന് ടൺ നെല്ലാണ് നമ്മുടെ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. അതാണ് ഇനി ശേഖരിക്കേണ്ടത്. ആ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ മില്ലുടമകളുമായി സംസാരിക്കുക പോലും ചെയ്യാതെ രണ്ട് മില്ലുടമകളുമായി മാത്രം ധാരണയുണ്ടാക്കിയിട്ട് പ്രശ്നം പരിഹരിച്ചുവെന്ന് 2 മന്ത്രിമാർ വന്നങ്ങ് പറയുകയാണ്. എത്രത്തോളം വാസ്തവ വിരുദ്ധമായിട്ടാണ് അങ്ങനെയെങ്കിൽ ഈ വാർത്ത നമ്മളെ മാധ്യമങ്ങളെ പോലും ഇക്കാര്യം പൂർണ്ണമായി ധരിപ്പിക്കാതെ സർക്കാർ നിലപാടെടുത്ത് സ്വീകരിച്ചിരിക്കുന്നത്?
ഓക്കെ, ലേബി സജീന്ദ്രനാണ് മില്ലുടമകളുടെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ. അവരുമായി ചർച്ച നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പരിഹാരമുണ്ടായത്? 2 മില്ലുടമകളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചുവെന്ന് മേനി നടിക്കുകയായിരുന്നു. ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്.